മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് സായികുമാർ. 1977 റിലീസായ വിടരുന്ന മുട്ടുകൾ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സായികുമാർ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. 1989 റിലീസായ റാംജിറാവ് സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ലഭിക്കുകയും പിന്നീട് മലയാള സിനിമയിൽ സജീവമാകുകയും ചെയ്തു സായികുമാർ. പിന്നീട് സ്വഭാവ നടനായും വില്ലനായും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2007 റിലീസായ അനന്തഭൈരവി എന്ന സിനിമയിലൂടെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് സായികുമാർ സ്വന്തമാക്കി. ഇപ്പോൾ പരാജയപ്പെട്ട ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണ് സായികുമാർ. റെഡ് എഫ്എമ്മിനോട് സംസാരിക്കുകയായിരുന്നു സായികുമാർ. സിനിമയുടെ പേരോ മറ്റുള്ളതോ ഒന്നും പറയുന്നില്ല. അമ്പിളിച്ചേട്ടനും ഞാനും ഉള്ള ഒരു സിനിമയാണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഡബ്ബിംഗ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഡബ്ബിങ്ങിന് ചെന്നപ്പോൾ എനിക്ക് കുറച്ച് പണം ബാലൻസ് തരാനുണ്ട്. ഞാൻ ഇങ്ങനെ ഡബ്ബ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഈ പണം പൊട്ടും, 7 നിലയ്ക്ക് പൊട്ടുമെന്ന്. ഞാൻ ചെന്നപ്പോൾ മുതല് പ്രൊഡ്യൂസർ ചേട്ടാ മറ്റേ ബാലൻസ് പൈസ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇരിക്കട്ടെ വെച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരാളുടെ കല്യാണ സമയത്ത് ദൂരെ നോക്കിയപ്പോൾ പ്രൊഡ്യൂസർ അല്ലേ എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ പുള്ളി അടുത്തു വന്നു. ചോദിക്കുന്നത് ശരിയല്ല, പണം പോയെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാലും ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു സിനിമ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞത് 2.25 ലക്ഷം രൂപ എനിക്ക് ലാഭം കിട്ടി ചേട്ടാ. ചേട്ടന്റെ 1 ലക്ഷവും അമ്പിളിച്ചേട്ടന്റെ 1.25 ലക്ഷവും എന്നാണ്. ഞാൻ വാങ്ങിച്ചില്ല ബാക്കി പൈസ. ബാക്കിയുള്ള 1.25 ലക്ഷം രൂപ അമ്പിളിച്ചേട്ടനും വാങ്ങിച്ചിട്ടില്ല. ആ പടത്തിന് ആകപ്പാടെ പുള്ളിക്ക് കിട്ടിയ ലാഭം 2.25 ലക്ഷം രൂപയാണ്, സായികുമാർ പറഞ്ഞു.